അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ എത്ര ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്. എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയില്ല, ഒരുപാട് തിരക്കുകളും കാര്യങ്ങളും ഒക്കെ വന്നപ്പോൾ എനിക്ക് വ്ളോഗ് കറക്റ്റായി ഇടാനേ പറ്റിയിട്ടില്ല. പക്ഷെ നമ്മൾ ഇനി മുതൽ ഇടും കേട്ടോ. അത്യാവശ്യം ലെങ്തി വ്ളോഗ് തന്നെ ഡെയിലി ഉണ്ടാവില്ല, മാക്സിമം ഒന്നൊരാടെങ്കിലും ഞാൻ വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ. പിന്നെ ഞാനിങ്ങനെ മാറ്റി ഇങ്ങനെ കൊണ്ടുവരുന്നത് എനിക്ക് തന്നെ ഒരു ബോറടിക്കാണ്ടിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, കുറച്ച് ദിവസം മുന്നേ സ്കൂളിൽ നടന്നതാണ്. ഞാൻ ഇൻസ്റ്റയിൽ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ അതങ്ങ് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മുടെ മോൻ്റെ സ്കൂളിൽ ഒരു ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ചാരിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോ പാരൻസും ഓരോ ടൈപ്പ് ഫുഡാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ 2 കിലോ മഷ്റൂം ബിരിയാണിയാണ് കേട്ടോ കൊണ്ടുപോയത്. എന്താ പറയുക, 3 കിലോ ഉണ്ടാക്കി, അതിൽ 2 കിലോ എടുത്തിട്ട് പോയി, 1 കിലോ വീട്ടിൽ വെച്ചു. കാരണം എനിക്ക് വന്നിട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കാനൊന്നും സമയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇതാ പിള്ളേർ കൊണ്ടുവന്നതാണ് കേട്ടോ ഇതെല്ലാം. റവ ലഡു, പഴംപൊരി, പിന്നെ റവ വെച്ചിട്ട് എന്തോ ഒരു ഐറ്റം ഉണ്ടായിരുന്നു, ഗുലാബ് ജാമുൻ, പിന്നെന്താണ് ഇതെല്ലാം ഗുലാബ് ജാമുനാണ്. ഇത് നമ്മുടെ മഷ്റൂം ബിരിയാണിയാണ്. ഞാൻ ഇനി ഉണ്ടാക്കുമ്പം റെസിപ്പി ഇടാം. പിന്നെ പാസ്ത ഉണ്ട്, വെജ് ബിരിയാണി ഉണ്ട്. നോൺ വെജ് അലൗഡ് അല്ല കേട്ടോ അവിടെ. +1 സ്റ്റുഡൻസ് ആണ് നടത്തുന്നത് കേട്ടോ സംഭവം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കട്ടെ ചോദിച്ചപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ വന്ന് വീഡിയോ എടുത്തതാണ്. ഇതെല്ലാം വെറൈറ്റി റൈസാണ്. പക്ഷെ ഞാൻ പൈസ കൊണ്ടുപോകാത്തതുകൊണ്ട് ഒന്നും മേടിക്കാനോ കഴിക്കാനൊന്നും പറ്റിയില്ല. ഇത് ഗീ റൈസാണ്. പിന്നെ ഇതെല്ലാം ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ അന്ന് വിട്ടു, ഈ ബിരിയാണിയൊക്കെ വിറ്റ് പോകുമോ എന്നുള്ള ഭയങ്കര ഡൗട്ടായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ ചപ്പാത്തി ഉണ്ട്, പിന്നെ കോളിഫ്ലവറിൻ്റെ കറി ഉണ്ട്. കോളിഫ്ലവറും വെജിറ്റബിളും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതിനുശേഷം നമ്മുടെ ഉഴുന്നുവട, സമൂസ, ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നാടൻ പലഹാരങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വട്ടയപ്പാണോ അങ്ങനെ ഒരു ഡൗട്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ ഇത് കൊഴുക്കട്ട, പിന്നെ നമ്മുടെ ഫേവറേറ്റ് ഇലട ഉണ്ടായിരുന്നു. ഇത് പണിയാരം, അതിൻ്റെ കൂടെയുള്ള ചട്നി കാര്യങ്ങൾ, പിന്നെ ലഡു ആണ് കേട്ടോ ഇപ്പുറത്തിരിക്കുന്നത്. പരിപ്പ് വടയുണ്ട്. അയ്യോ, കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് അല്ലേ. ലഡു, ഇതെല്ലാം ഇലയുടെയൊക്കെ ഉണ്ടാവില്ലേ, ആ ഒരു ഐറ്റംസാണ്. പിന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുക്കുംബറും നമ്മുടെ പൈനാപ്പിളൊക്കെ കേട്ടോ. ഈ ഒരു സെക്ഷനിലെത്തിയപ്പോൾ ഞാൻ അറിയാണ്ട് തന്നെ ഒരു ശ്വാസം വിട്ടു. കാരണം എൻ്റെ ഫേവറേറ്റ് ആണ് ഈ കാണുന്നത്, പാനിപ്പൂരി. പിന്നെ മൊജിറ്റോ, നാരങ്ങ വെള്ളം, ജ്യൂസ്, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പുറത്ത് പിള്ളേരുടെ സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ ഇപ്പോൾ പരിപാടിയാണ് സാൻഡ്വിച്ച്, എന്നാലും പിള്ളേരുണ്ടാക്കിയതല്ലേ, നോട്ട് ബാഡ്. വെജിറ്റബിളാണ്. പൊതുവെ അവിടെ നോൺ വെജ് അലോഡല്ല. അങ്ങനെ ഓക്കെ, അവൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്തതാണ്. അവർക്കും ഒരു ഭയങ്കര ആറ്റിറ്റ്യൂഡ് കിങ് അല്ലേ. ഇരിക്കുന്ന പയ്യൻ കണ്ടോ, ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ട്. ഞാൻ വിചാരിച്ചു അവനക്ക് വീഡിയോ എടുക്കണ ഇഷ്ടമല്ലാന്ന്. പക്ഷെ അവനാണ് ഇത്ര വീഡിയോ എടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഇരുന്നതാണ് ഇത്ര. എനിക്കത് അറിയണ്ടായിരുന്നില്ല കേട്ടോ, പിന്നെയാണ് അറിഞ്ഞത്. അങ്ങനെ ഇത് ടീച്ചേഴ്സിൻ്റെ കൗണ്ടറാണ്. അവിടെ എന്തൊക്കെയായിരുന്നു, പപ്സ് ഉണ്ട്, പിന്നെ കുറേ പാവുഭാജിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണോ എന്നൊരു ഡൗട്ട്. എനിക്ക് കറക്റ്റ് അറിയണില്ല കേട്ടോ എന്തൊക്കെയെന്നുള്ളത്. അതൊക്കെ ഉണ്ട്. പിന്നെ ചിൽഡ്രൻസ് ഡേയും കൂടി ആയിരുന്നു, അന്നായിരുന്നു ഈ ഒരു ഫുഡ് ഫീസ്റ്റ് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ മുകളിൽ ഹാളിൽ കുട്ടികളുടെ പ്രോഗ്രാമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികളുടെ പ്രോഗ്രാം മാത്രമേ ഉള്ളൂ കേട്ടോ ഉണ്ടായിരുന്നത്. അവിടെ പാരൻസും എല്ലാവരും ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഞാൻ കുറച്ച് സമയം അവിടെ പോയി ജസ്റ്റ് ഒന്ന് കണ്ടു, തിരിച്ചു വന്നു. നമ്മുടെ എന്താ പറയുക, നമ്മുടെ മെയിൻ ഐറ്റം അങ്ങോട്ട് തന്നെ പോയിട്ടോ. നിങ്ങൾക്കറിയാലോ നമ്മളൊരു ഫുഡിയാണ്. പക്ഷേ ഒന്നും വാങ്ങിച്ച് കഴിക്കാൻ പറ്റിയില്ല, ക്യാഷ് ഇല്ലാത്തതുകൊണ്ട്. അത്ര തന്നെ. ഓക്കെ, പിന്നെന്താണ്, ഒരു ഇൻ്റർവെൽ സമയമാകുമ്പോഴത്തേക്കും കുട്ടികളൊക്കെ വന്ന് ഓരോന്ന് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നു. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കണ കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് ഭയങ്കര സന്തോഷമായി, കൈകൊണ്ടും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഹായ് അങ്ങനെയൊക്കെ നോക്കുന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ടായിരുന്നു. കുറേ പിള്ളേർക്ക് നമ്മളെ അറിയായിരുന്നു കേട്ടോ. അവർ വന്ന് നമ്മളോട് സംസാരിച്ചത് നോക്ക്, ഭയങ്കര സ്മാർട്ടുകളായി കുട്ടികളൊക്കെ. അങ്ങനെ +1 സ്റ്റുഡൻസിൻ്റെ ആ കൗണ്ടറിലോട്ടും പിള്ളേരൊക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ പിള്ളേർ ഐസ്ക്രീമിൻ്റെ അങ്ങോട്ടാട്ടോ പോയത്, കണ്ടില്ലേ. ഐസ്ക്രീമൊക്കെ മേടിച്ച് കഴിച്ച് ഭയങ്കര എൻജോയ് ആക്കുന്നുണ്ടായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, പിള്ളേർ നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ.
ചെറിയ കുട്ടികളെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടല്ലേ, ടീച്ചേഴ്സും പിള്ളേരൊക്കെ ഭയങ്കരമായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കാണുന്നത് എൻ്റെ കസിൻ്റെ മോളാണ് കേട്ടോ. ആ കൈ കൊണ്ട് ചെറുത്ത് കാണിച്ചില്ലേ, അത് തലയിൽ ഇങ്ങനെ ഒരു പൂവൊക്കെ വെച്ചിട്ട് അവളുടെ ഞാൻ വീഡിയോ എടുത്തപ്പോഴാണ് പെട്ടെന്ന് കണ്ടത്. അങ്ങനെ ഇതാ പിള്ളേർ ഓരോന്ന് മേടിച്ച് കഴിഞ്ഞു. ഞാൻ അയാൻകുട്ടിനെ വെയിറ്റ് ചെയ്ത് നോക്കുകയാണ്. അവനെ കാണുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒരുപാട് നോക്കി. അവനക്ക് എക്സാമും കൂടി ആയിരുന്നു കേട്ടോ അന്ന്, അപ്പോൾ അവനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവന് വരുമ്പോഴത്തേക്കും ഫുഡൊക്കെ തീരുമോ എന്നുള്ളൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇല്ലാത്ര അവനക്ക് കിട്ടി. അവൻ വന്ന ഉടനെ ഒന്നും വാങ്ങിച്ചില്ല, പിന്നെ ലഞ്ച് ബ്രേക്കിനാണ് വാങ്ങിച്ചതെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തൊക്കെയാണ് വാങ്ങിച്ചു എന്നൊന്നും എനിക്ക് അറിയില്ല. കൂടുതൽ കുട്ടികൾ ഐസ്ക്രീം തന്നെ കേട്ടോ മേടിച്ച് കഴിക്കുന്നത്. പിന്നെ ഉഴുന്നുവടയും അതും ഇതും ഒക്കെ മേടിച്ച് കഴിക്കുന്നുണ്ട്. എന്തായാലും നല്ല രസമുണ്ട് സംഭവം കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ അയാൻ്റെ ഫ്രണ്ട്സും ഒക്കെയാണ് കേട്ടോ. കണ്ടില്ലേ, അടിപൊളി അല്ലേ പിള്ളേരൊക്കെ. ഇതിലൊരു കുട്ടി വന്നിട്ട് ജിനീസ് കിച്ചൺ അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നോട്. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒരുപാട് ഫാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അവിടെ കുട്ടികൾ കേട്ടോ. കുട്ടികളല്ലേ പറയുന്നത്, നമുക്ക് വിശ്വസിക്കാന്നേ അല്ലേ. അപ്പോൾ ഇനി എന്താണ്, വേസ്റ്റിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. പിള്ളേരത് പെറുക്കി എടുക്കുന്നുണ്ടായിരുന്നു, ഉടനെ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. റിഹാന് അതിനെങ്കിലും നിന്നല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടായിട്ടോ എനിക്ക്. റിഹാൻ്റെ ഫ്രണ്ട്സൊക്കെ അപ്പം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കംപ്ലീറ്റ് അവർ നല്ല അടിപൊളിയായിട്ട് തന്നെ മാനേജ് ചെയ്തു. കുറച്ച് സമയമൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞ് ഞാൻ ഇനി വീട്ടിലോട്ട് പോവാണ്. അവിടെ പോയിട്ട് നമ്മൾ ഫുഡ് കഴിച്ച് അങ്ങനെ കിടന്നുറങ്ങും. ഇത്രയേ ഉള്ളൂ കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്ളോഗ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് വീട്ടിലെത്തിയിട്ടൊന്നും വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു വ്ളോഗിൽ ആഡ് ചെയ്തതാണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വ്ളോഗ് അങ്ങ് തുടങ്ങിയാലോ. ഇന്ന് ഞാൻ ഉച്ച മുതലുള്ള വ്ളോഗാണ് കേട്ടോ തുടങ്ങിയേക്കുന്നത്. ഒരുപാട് കമൻസ് ഒത്തിരി ഉണ്ട്. എല്ലാറ്റിനും റിപ്ലൈ തരാം കേട്ടോ ഇൻഷാല്ലാ. അപ്പോൾ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മീനൊക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. പിന്നെ കറി ഒന്ന് കടുക് താളിച്ചെടുക്കുന്നുണ്ട്. ഇന്നലെ ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് വലിയൊരു ചേന കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ചേന കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് കാളൻ വെക്കുക എന്നുള്ളത്. കുറേ ആയി ഞാനത് കഴിച്ചിട്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഉണ്ടാക്കുന്ന സംഭവമൊന്നുമല്ല. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് ഒരു പരിപ്പ് കറി പോലെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പരിപ്പ് കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ചിട്ട് അതിലോട്ട് കുമ്പളങ്ങ, വലിയുള്ളി, തക്കാളി, പിന്നെ വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് വിസിലടുപ്പിച്ചെടുക്കണം. പൊടികളായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് വിസിലടിച്ചോട്ടെ. നമുക്ക് ഇതിലോട്ട് തേങ്ങയൊന്നും വേണ്ട. ഡയറ്റ് ചെയ്യുന്നവരാണെങ്കിൽ കറി താളിക്കും വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കാളൻ്റെ റെസിപ്പി ഒന്ന് കാണാം അല്ലേ. കാളൻ അതിൻ്റെ റെസിപ്പി ഒന്ന് കാണാം അല്ലേ. ഞാനിവിടെ വാഴയ്ക്കും ചേനയാണ് എടുത്തിട്ടുള്ളത്. ചേന കൂടുതലായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഞാൻ ഇതൊന്ന് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മൺചട്ടിയിലാണ് വേവിച്ചെടുക്കുന്നത്. വാഴയ്ക്ക് കൂടുതൽ എടുത്തിട്ട് ഉണ്ടാക്കുന്നവരും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും ചേന എടുത്തിട്ടുള്ളത്. പിന്നെ അരപ്പിലോട്ട് തേങ്ങ, കുരുമുളക്, ജീരകം, പച്ചമുളക് കേട്ടോ, ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോഴത്തേക്കും നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് ഉടച്ചെടുക്കണം കേട്ടോ. ഭയങ്കരമായിട്ട് പേസ്റ്റ് പോലെ ആക്കണ്ട, ഇടയ്ക്ക് കടിക്കാനിരുന്നോട്ടെ. തേങ്ങക്കായപ്പോൾ ഞാൻ ആ തേങ്ങ അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടങ്ങ് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സദ്യയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ഈ കാളൻ എന്ന് പറയുന്ന സാധനം. പിന്നെ അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെ വേണം കേട്ടോ ഇതിലോട്ട്. ഉപ്പിൻ്റെ കുറച്ച് കമ്മി ഉണ്ടായപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു. എൻ്റെ ഈ ഒരു കളറാണ് വന്നത്. ശരിക്കും ഒരു യെല്ലോ കളറാണോ ഇതുണ്ടാവുക, കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഞാനിവിടെ കടുകും നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും, വറ്റൽമുളക് എൻ്റെ അടുത്ത് ചില്ലി ഫ്ലെക്സ് ആയതുകൊണ്ട് അത് ഇട്ട് കൊടുത്തു. ഇനി അങ്ങ് അടച്ച് വെക്കുക. കഴിക്കാൻ നേരത്തെ ഓപ്പൺ ആക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഐക്കോറയും ആവോലിയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഐക്കോറ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ നോർമൽ മസാലേനെയായിട്ടും ഉണ്ടാക്കുന്നത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, കുറച്ച് കറിവേപ്പില, വിനീഗർ, വെളിച്ചെണ്ണ, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ മസാലയാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കുന്നുണ്ട് ഐക്കോറയിൽ. കുറച്ച് സമയം കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഈ മസാല പെട്ടെന്ന് തന്നെ മീനിൽ പിടിക്കും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഞാൻ എപ്പോഴും വീട്ടിൽ നോർമൽ ഉണ്ടാക്കുന്ന ഒരു മസാലയാണ്. അപ്പോൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെച്ച ശേഷം ഞാനിതാ കൂട്ടാനൊക്കെ ഒന്ന് വിളമ്പി എടുക്കുകയാണ്. കാളൻ ഞാൻ 2 ദിവസത്തിന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ കാളൻ, അതിന് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ നമ്മുടെ പരിപ്പും കുമ്പളങ്ങയൊക്കെ വന്നപ്പോൾ അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കടുക് വറുത്ത് എടുത്താൽ മാത്രം മതി. അതിൻ്റെ ഇടയിൽ ഞാൻ മീനൊക്കെ ഒന്ന് പൊരിച്ചും കൂടെ എടുക്കുന്നുണ്ട്.
ഇനി എന്താണ് കുറേ വന്നിട്ടുള്ള ഉണ്ടല്ലോ കമൻറ്റ്. ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇടാണ്ടായപ്പോൾ ഒത്തിരി കമൻറ്റ്സ് വന്നിട്ടുണ്ട് കേട്ടോ. ജിനിത്ത അവിടെ വീഡിയോ കാണുന്നില്ല, ഒത്തിരി മിസ്സാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പിന്നെന്താണ്, ചുമ്മാതല്ല ജിനി പല്ല് കാണിക്കാതെ ചിരിക്കുന്നത്. ഈ പല്ലിൻ്റെ കുറേ ഞാൻ പറഞ്ഞു, ഞാൻ പൊട്ടിച്ചിരിക്കുന്ന ആളാണ്. അപ്പോൾ എൻ്റെ പല്ലൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. എനിക്ക് ചിരി വന്നാൽ ഞാൻ പൊട്ടിച്ചിരിക്കും. അല്ല, ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ അങ്ങനെയും ചിരിക്കാറുണ്ട്. അതൊന്നും അത്ര വലിയ സീനായിട്ട് എനിക്ക് തോന്നുന്നേ ഇല്ല കേട്ടോ. പിന്നെ ഞാൻ മനസ്സിൽ കരുതിയേ ഉള്ളൂ എന്ന്, അതെന്തുവാ മനസ്സിലായില്ല കേട്ടോ. പിന്നെ എനിക്ക് ആദ്യം ഇഷ്ടമായിരുന്നു, ഇപ്പോൾ ഇഷ്ടമാവുന്നില്ല. അത് നോർമലായിട്ടുള്ള കാര്യമാണ്, അതിലൊന്നും എനിക്ക് വിഷമമൊന്നുമില്ല. കാരണം ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കാര്യങ്ങളല്ലേ. ഇപ്പോൾ എനിക്ക് എന്നെ ഇപ്പോൾ ഇഷ്ടപ്പെട്ട ഒരാളെ ചിലപ്പോൾ എനിക്ക് നാളെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അത് അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യം മാത്രമായിട്ടാണ് ഞാൻ കരുതുന്നത് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് തണ്ണിമത്തനും കൂടെ എടുക്കുന്നുണ്ട്. തണ്ണിമത്തൻ മാക്സിമം കഴിച്ചിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചോറ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഭയങ്കര ഫുഡായിരുന്നു, അതുകൊണ്ട് ഈ ആഴ്ച ഒന്ന് പിടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട്. അവർക്കുള്ള തണ്ണിമത്തൻ ഞാൻ പ്ലേറ്റിൽ വെച്ച് കൊടുത്തു. ബാക്കിയൊക്കെ ഞാൻ തന്നെ ഇരുന്ന് തട്ടാമെന്ന് വിചാരിച്ചു. നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തണ്ണിമത്തൻ കഴിച്ച ശേഷം പിന്നെ ചോറ് വേണമെങ്കിൽ ഒരു സ്പൂണൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാ ഉപ്പാക്കും ഇക്കാക്കും ഉമ്മാക്കൊക്കെ ഉള്ള ചോറ് വിളമ്പിയെടുത്തു. പിന്നെ എന്താണ്, പിന്നെ നമ്മളോട് കുറേ ആയിട്ട് ചോദിക്കുന്ന ഒരു കമൻറ്റാണ്, ഹെർബൽ ലൈഫിൻ്റെ പ്രോഡക്റ്റ് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണോ എന്നുള്ളത്. അല്ല, എനിക്കൊരു കോച്ചുണ്ട്, കോച്ച് അയച്ചു തന്നതാണ്, കൊറിയർ വഴി അയച്ചു തന്നതാണ്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവരോട് ചോദിക്കാം. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ആത്മാർത്ഥമായിട്ടൊന്നും ഹെർബൽ ലൈഫ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ ആഴ്ചയൊക്കെ ഫുള്ള് ഫുഡായിരുന്നു, നമ്മൾ ഉണ്ടാക്കുന്നതും വാങ്ങിക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ട് ഒത്തിരി ഫുഡായിരുന്നു. പക്ഷെ വെയിറ്റിൽ ഒരു 1/2 കിലോ അങ്ങനെയൊക്കെയുള്ള വ്യത്യാസം തന്നെ എനിക്ക് വന്നിട്ടുള്ളൂ. പക്ഷെ ഞാനത് സെറ്റാക്കി എടുക്കും, ഈ ആഴ്ച ഞാനത് സെറ്റാക്കി എടുക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇരുന്ന് തണ്ണിമത്തനാണ് കേട്ടോ കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. പിന്നെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേസ്റ്റൊക്കെ ഒന്ന് കൊണ്ട് കളഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ എന്താ, പാത്രം കഴുകണം, കുറച്ച് നേരം പോയി റെസ്റ്റൊക്കെ എടുക്കണം. പറ്റിയാൽ ഒന്ന് ഉറങ്ങണം, കുറേ ദിവസമായി നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ട്. അപ്പോൾ പറ്റിയാൽ ഒന്ന് ഉറങ്ങണം. നമ്മൾ വീട്ടമ്മമാർക്കൊക്കെ ശരിക്ക് 7 to 9 മണിക്കൂർ ഉറങ്ങണം കേട്ടോ. പക്ഷെ ഞാനുണ്ടല്ലോ അലാറം വെച്ച് കിടക്കുമ്പോൾ 5.5 മണിക്കൂർ 4.5 മണിക്കൂർ എന്നൊക്കെ കാണുമ്പോൾ മനസ്സിൽ ഇങ്ങനെ അയ്യോ പഠിച്ചോനി തീരെ ഉറക്കല്ലല്ലോ എന്നുള്ളൊരു ഇതായി പോകട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഒന്ന് ഉറങ്ങാൻ ശ്രമിക്കും. അന്നാണെങ്കിൽ എനിക്ക് രാത്രി ഒട്ടും ഉറക്കം ഉണ്ടാവില്ല. അതാണ് എനിക്ക് വലിയൊരു പ്രശ്നം വരുന്നത് കേട്ടോ. അതായത് ഉച്ചയ്ക്ക് ഉറങ്ങിയ രാത്രി ഉറക്കം വരില്ല. അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. അങ്ങനെ ഇന്നായാൽ എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നില്ല. അവന് കടയിൽ പോയി സ്നാക്ക് മേടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ദിവസം ഒരു 10 രൂപ മേടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. മാക്സിമം ഞാനത് കമ്മിയാക്കി കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഡെയിലി 10 എന്നുള്ള ആ ഒരു കൊടുക്കൽ ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കമ്മിയാക്കി കൊണ്ടുവരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനല്ല കേട്ടോ കൊടുക്കണം, ഉമ്മയാണ്. ഉമ്മാൻ്റെ അടുത്ത് അവൻ സോപ്പിട്ട് മേടിക്കും. മമ്മി ഒരു 10 തരൂ, മമ്മി ഒരു 10 തരൂ, ഇങ്ങനെ തന്നെ കേട്ടോ. സ്കൂളിൽ വന്നാൽ ഉടനെ ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഉമ്മ എടുത്ത് കൊടുക്കുകയും ചെയ്യും. ഞാനിങ്ങനെ വേണ്ട, അങ്ങനെ ശീലിപ്പിക്കണ്ട എന്നൊക്കെ ഞാൻ മാക്സിമം പറയും. എന്നാലും അവനെങ്ങനെയെങ്കിലൊക്കെ സോപ്പിട്ടിട്ട് അത് കൈക്കലാക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെന്താ, ജിനിയുടെ വീടും മുറ്റവും പരിസരവും ഒക്കെ കാണുന്ന ഒരു പ്രത്യേക വൈബാണ് കേട്ടോന്ന്. ഇത് കുറച്ച് ഓൾഡ് വീടല്ലേ, അപ്പം നമുക്ക് ഓൾഡായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ തന്നെ ഒരുപാട് ന്യൂസ്റ്റു അല്ലേ. ഓക്കെ, അപ്പം എന്തായാലും എനിക്ക് ഈ വീടിനോട് ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ. അതേപോലെ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഒക്കെ ഉണ്ടാക്കി നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാരാ ആളെന്ന്. അതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, എന്ത് കമൻറ്റാന്നുള്ളത്. പിന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ട്, റിപ്ലൈ തന്നില്ല, പ്ലീസ് റിപ്ലൈ. ഞാൻ കണ്ടില്ല, എനിക്ക് ഒന്നുകൂടി അയക്കാൻ പറ്റുമോ? ഞാൻ കണ്ടില്ല കേട്ടോ. ജിനിത്ത സ്വന്തം വീട് എവിടെയാ? എൻ്റെ സ്വന്തം വീട് മണ്ണാർക്കാട് അലനല്ലൂരാണ്. എൻ്റെ വീട്ടിൽ ഉമ്മ ഉപ്പയൊക്കെ ഉണ്ട്. പിന്നെ അനിയനുണ്ട്, അവന് യൂറോപ്പിലാണ്. പിന്നെ താത്തയുണ്ട്, അനിയത്തിയുണ്ട്. അവരൊക്കെ കല്യാണം കഴിച്ച അവിടെയാണ് കേട്ടോ. അത്യാവശ്യം വലിയ ഫാമിലി തന്നെയാണ്. എൻ്റെ ഉമ്മാൻ്റെ വീട് ഉപ്പാൻ്റെ വീടൊക്കെ ഭയങ്കര ബിഗ് ഫാമിലിയാണ് കേട്ടോ. ഒരുപാട് മെമ്പേഴ്സുള്ള ഫാമിലിയാണ് കേട്ടോ. എൻ്റെ കുട്ടികൾ പഠിക്കുന്നത് +1-ലും 7th-ലുമാണ്. അതും ചോദിച്ചിട്ടുണ്ട്. ഒരുപാട് നാൾക്ക് മുമ്പ് വന്നിരുന്ന ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇത്. വീണ്ടും വരുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അവരൊക്കെ നമ്മുടെ ചാനൽ ഇപ്പം കാണാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് കേട്ടോ.
അതേപോലെ നമ്മളോട് ഈ ചട്ടുകം ഉപയോഗിച്ചാൽ പാൻ കേടുവരില്ലേ ചോദിക്കുന്നുണ്ട്. നമ്മുടെ മറ്റേ കാസ്റ്റ് അയണിൻ്റെ പാനൊന്നും കേടുവരില്ല കേട്ടോ. അങ്ങനത്തെ ചട്ടുകം തന്നെ ഞാൻ യൂസ് ചെയ്യാറുള്ളത്. മറ്റേൽ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഞാൻ വളരെ പതുക്കെയാണ് കേട്ടോ അത് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് കാണുമ്പോൾ അത് സ്പീഡിൽ കാണുമ്പോൾ എന്താ പറയുക ഭയങ്കരമായിട്ട് യൂസ് ചെയ്യണ പോലെ തോന്നുന്നുണ്ടാവും. പിന്നെ മക്കൾ അസീസിയിലാണ് പഠിക്കുന്നത്. മുൻപ് ഒരു വീഡിയോയിൽ യൂണിഫോം കണ്ടിട്ടാണ് മനസ്സിലായത്. എൻ്റെ കുട്ടിയും അവിടെ പഠിക്കുന്നത്. ഓക്കെ അസീസിയിൽ തന്നെയാണ് കേട്ടോ പഠിക്കുന്നത്. പിന്നെന്താ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ. ഞാനിതാ ചായ എല്ലാം കുടിച്ച ശേഷം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. അപ്പോഴാണ് അയൻകുട്ടിൻ്റെ കപ്പുമായിട്ട് വന്നത് കേട്ടോ. അപ്പം ഞാൻ ശരി നീ തന്നെ കഴുകി വെക്കുമെന്ന് പറഞ്ഞിട്ട് അവനോട് പറഞ്ഞതാണ്. അവനവിടെ വെയിറ്റ് ചെയ്തിട്ട് എനിക്കും കുറച്ച് പാത്രങ്ങൾ എക്സ്ട്രായും കഴുകി തന്നു. പിന്നെ ചായപാത്രമൊന്നും അവനെയും കൊണ്ട് കഴുകിപ്പിക്കാൻ പറ്റത്തില്ല, കാരണം അത്ര വൃത്തിയാവില്ലല്ലോ, കറയുണ്ടാവില്ലേ. നമ്മൾ പാലും എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടിട്ടല്ലേ ചായ വയ്ക്കുന്നത്. അപ്പോൾ ചായപാത്രത്തിൽ നല്ല കറയുണ്ടാവും. ആ കമ്പിച്ചകിരി യൂസ് ചെയ്തിട്ട് തന്നെ നമ്മുടെ ചായപാത്രം കഴുകണം കേട്ടോ. പിന്നെ ഈവനിങ് ഒക്കെ ആയപ്പം നമ്മൾ രാവിലെ ഉണങ്ങാനിട്ട ഡ്രസ്സുകളൊക്കെ നന്നായി ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ ഒന്ന് വേഗം എടുത്തു. അയൻ വന്ന് ഹെൽപ്പ് ചെയ്യാണ് എന്നെ. റിഹാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അവനൊന്നും വിളിച്ചില്ല, ഇവനും ചുമ്മാ അവിടെ ഇരിക്കുകയല്ലേ എന്ന് വിചാരിച്ച് വിളിച്ചു. ഒരുപാട് തുണികളുണ്ടായിരുന്നു, 2 വാഷ്. ഇനി 2 വാഷിന് തുണികൾ എനിക്ക് ഇടാനുണ്ട്. സൺഡേയും സാറ്റർഡേയും ഒക്കെ കല്യാണമൊക്കെ ആയ കാരണം എനിക്ക് വാഷ് ചെയ്യാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ദിവസമായിട്ട് വാഷ് ചെയ്തു, ബാക്കിയൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അല്ലെങ്കിൽ പൊതുവേ എൻ്റെ കുട്ടികളുടെ ഡ്രസ്സ് അഴിച്ചിടലിൽ ഭയങ്കര കേമന്മാരാണ് കേട്ടോ. ഒരു സാധനം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് യൂസ് ചെയ്യില്ല. അങ്ങനെ ചിലപ്പോൾ അപ്പം തന്നെ വന്നിട്ട് യൂസ് ചെയ്യേണ്ട ആ ടൈമിൽ പോലും ആണെങ്കിലും അവർ യൂസ് ചെയ്യൂല കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഉണങ്ങാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ് തുണികളൊക്കെ. ഇനിയിപ്പോൾ പിള്ളേർക്ക് നൈറ്റ് ഞാൻ ചോറ് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് റിഹാൻ അങ്ങനെ ചോറ് കഴിച്ചിട്ടില്ല. പിന്നെ മീനുണ്ടല്ലോ, അപ്പോൾ എന്തായാലും അവർ കഴിക്കും കേട്ടോ. പിന്നെ ഇത് സ്വാതി ജംഗ്ഷൻ ഉള്ളതല്ലേന്ന്, സ്വാതി ജംഗ്ഷൻ എവിടെയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പാലക്കാട് സ്ലാങ്ങിൻ്റെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം നമുക്ക് നമ്മുടെ ഫർഹാന് കമൻ്റ് ഒന്നും ഇടാറില്ല കേട്ടോ. എവിടെ പോയി ഫർഹാൻ? ഇനിയിപ്പോൾ ഞാൻ ഫർഹാനെ കുത്തി ഉണർത്തുകയാണോ പഠിച്ചവനെ. അങ്ങനെ ഇതാ നമ്മൾ തുണികളൊക്കെ ഒന്ന് മടക്കിയെടുത്ത് ഇനി ഡിന്നറിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. സിമ്പിളായിട്ട് എന്തെങ്കിലും ഡിന്നർ ആക്കാമെന്നാണ് പ്ലാൻ ചെയ്യണത്. കുട്ടികൾക്ക് ചോറ് ഉമ്മാക്കുപ്പാക്കും ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിലോട്ട് കറി ഉണ്ട്. അപ്പം പിന്നെ ജസ്റ്റ് അത് ചൂടാക്കി എടുക്കുക, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനുണ്ട്, കുറച്ച് പാത്രം കഴുകാനുണ്ട്, അരി ഉഴുന്നും ആട്ടിയെടുക്കാനുണ്ട്, ദോശയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും ആട്ടിയെടുക്കാനുണ്ട്. അങ്ങനെയൊക്കെ തന്നെ കേട്ടോ. പിന്നെ നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരുപാട് ദിവസമായി വ്ളോഗൊക്കെ കണ്ടിട്ട് 2 ആഴ്ചയായി ഉപ്പ മരിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ദുആയിൽ ഉൾപ്പെടുത്താനൊക്കെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് കേട്ടോ. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഞാനും ഒരുപാട് ദിവസമായി വ്ളോഗൊക്കെ ഇട്ടിട്ടും എന്തായാലും നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. വ്ളോഗൊന്നും ഇപ്പോൾ കാണേണ്ട സമയമൊന്നുമല്ലല്ലോ. നിങ്ങൾ മാക്സിമം പ്രാർത്ഥിക്കുക ഉപ്പാക്ക് വേണ്ടിയിട്ട്. ഓക്കെ. പിന്നെ ഇത്ര ലെഗ് പീസ് മാത്രം മേടിക്കുകയാണോ ചെയ്യാറ്? അതെ നമുക്ക് ലെഗ് പീസ് മാത്രമായിട്ട് കിട്ടും. പിന്നെ നമ്മളിവിടെ ചിക്കൻ മേടിക്കുമ്പോൾ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അത് പറയുകയും ചെയ്യും കേട്ടോ. അപ്പം ചില സമയത്ത് കിട്ടും, ചില സമയത്ത് കിട്ടൂല, അങ്ങനെ കേട്ടോ. പിന്നെന്താണ്, നമ്മളിതാ ചോറും വെച്ച് ഫിഷ് ഫ്രൈ ആക്കാനും വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ നെക്സ്റ്റ് വാഷിൻ്റെ സംഭവങ്ങളും ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്ന് സിമ്മാക്കിയിട്ട് പോയി തുണികളൊക്കെ ഒന്ന് ഉണങ്ങാനിട്ടു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം അലക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പോയി കൈ പോയി, പിന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടൂല എന്ന് പറയില്ല, അങ്ങനത്തെ അവസ്ഥയാണ് കേട്ടോ. പിന്നെ ജിനി ഞാൻ എന്നും വീഡിയോ കാണുന്ന ആളാണ്. കഴിഞ്ഞ സൺഡേ ഞാൻ പാലക്കാട് കഞ്ചിക്കോട് വന്നിരുന്നു. മോന് CBSE കലോത്സവം പ്രോഗ്രാം ഉണ്ടായിരുന്നു. കഞ്ചിക്കോട് അഹല്യ പബ്ലിക് സ്കൂളിലായിരുന്നു. ഞാൻ വീഡിയോ കാണും എന്നല്ലാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായിരുന്നു, കമൻറ്റ് ഇടാറില്ല. അന്ന് ഞാൻ ഹസിനോട് പറഞ്ഞു, ജിനി വ്ളോഗ് ഇവിടെ വീട് ചുള്ളിമട പാലം കൂടെയാണ് ഞങ്ങൾ പോയത്, അവിടെയാണ് ജിനിയുടെ വീട്. ചുള്ളിമട പാലോ? എനിക്ക് അതറിയില്ലല്ലോ പഠിച്ചോനെ. പിന്നെ മോന് എറണാകുളത്ത് മഹാരാജ കോളേജിലാണ് കേട്ടോ വന്നത്. മഹാരാജാസ് അല്ലേ? ഓക്കെ. എന്തായിരുന്നിട്ട് മോൻ്റെ പ്രോഗ്രാമൊക്കെ അടിപൊളിയായി കഴിഞ്ഞോ? മോനാണോ മോളാണോ? അയ്യോ ഞാൻ വായിച്ചത് മോന്. ഓക്കെ. അപ്പോൾ ഇതാ നമ്മൾ ചോറ് ഊറ്റിയെടുത്തിട്ടുണ്ട്, ഫിഷ് ഫ്രൈ ആക്കിയതും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഉമ്മാക്കും ഉപ്പാക്കും ചപ്പാത്തി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ആദ്യം കുട്ടിയിൽ നിന്ന് സെറ്റാക്കിയിട്ട് നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്നിപ്പോൾ ഒരുപാട് സമയമൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക്. പിന്നെ സെൽഫ് ലവിൻ്റെ കാര്യം പറഞ്ഞത് ശരിയാണ്. ചുമ്മാ പല്ല് മുടിയൊക്കെ പറഞ്ഞ്
ഒരു അസൂയ കാരണമായിരിക്കും. അതൊക്കെ ഞാൻ അന്നേ വിട്ടു, അതൊന്നും പ്രശ്നമില്ല, അവർ പറയട്ടെ എന്ന് വിചാരിച്ചിട്ട് എനിക്ക് എൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പിന്നെന്താണ്, സൂപ്പർ ബിരിയാണി എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. നമ്മുടെ ബിരിയാണി അല്ലെങ്കിൽ സൂപ്പർ തന്നെയാണ്, നമ്മുടെ എന്ന് മാത്രമല്ല പൊതുവെ ബിരിയാണികളൊക്കെ സൂപ്പറാണ്. എനിക്ക് എല്ലാ ടൈപ്പ് ബിരിയാണി ഇഷ്ടമാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഫ്രൈഡേ കോയമ്പത്തൂരിൽ നിന്ന് ഒരു ഹൈദരാബാദി ബിരിയാണി കൊണ്ടുവന്നു. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, മട്ടൻ ബിരിയാണി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, ഞാൻ പറഞ്ഞില്ലേ 2-3 ദിവസമായിട്ട് ഫുള്ള് ബിസി ആയിരുന്നു എന്നുള്ളത്. പിന്നെ ഞാൻ നസ്രിയ ബേസിലിന്റെ ഇന്റർവ്യൂ ആണ് കേട്ടോ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അയ്യോ ചിരിച്ചു ഗതിയായി എന്ന് പറയാം. അങ്ങനെ അവരുടെ ഏകദേശം എല്ലാ ഇന്റർവ്യൂ ഞാൻ കണ്ടു. പേളിമാണിയുടെ കൂടെ ഉള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആരെങ്കിലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പൊ എന്തായാലും ദോശമാവിന് വേണ്ടിയിട്ട് ഞാനൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്താ, ഏറെക്കുറെ പണികളൊക്കെ തീരാറായി. ചപ്പാത്തിക്ക് നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ട്. 2 ചപ്പാത്തി മതി, ഉമ്മിയും കഴിക്കണമെങ്കിൽ ഒരു 2 ചപ്പാത്തി കേട്ടോ. പക്ഷെ നമ്മൾ എത്ര കഴിച്ചാലും ചിലപ്പോൾ 3 ചപ്പാത്തിയുടെ മാവൊക്കെ വരും. അപ്പം ഞാൻ എന്തായാലും എക്സ്ട്രാ ഒരെണ്ണം ഉണ്ടാക്കി വെക്കും, കേടൊന്നും വരില്ലല്ലോ, നാളേക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മൾ ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കുകയാണ് കേട്ടോ. എനിക്ക് ദോശ ചപ്പാത്തിയും രണ്ടും കല്യാണം കഴിഞ്ഞും പുതിയതിൽ ഇങ്ങനെ ഏതാണ് ഈ ഏറ്റവും എളുപ്പത്തിൽ പരത്താൻ പറ്റിയതെന്ന് വെച്ചാൽ ചപ്പാത്തിയാണ് കേട്ടോ. ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ദോശ ഞാൻ എത്ര പരത്തിയാലും എനിക്ക് കിട്ടൂല, ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. അവിടെ പോയി ഇവിടെ പോയി അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ കയ്പ ഉണ്ടാക്കിയ ചട്ടി ഇവിടുന്ന് ഞാൻ ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അതെനിക്കൊരു പ്രൊമോഷൻ വർക്കിന് കിട്ടിയത് തോന്നുന്നു കേട്ടോ, ഞാൻ ഉദ്ദേശിച്ച ചട്ടിയാണെങ്കിൽ. ഓക്കെ, അപ്പം എന്തായാലും ഞാനിതാ വെള്ളം വെച്ചിട്ടുണ്ട്. എൻ്റെ സൗണ്ട് കുറവാണോ ഇന്ന്? ശരിയാവും. ഓക്കെ, നമ്മുടെ നാട്ടിൽ മഴയുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ മഴയില്ല. ഒരു ദിവസമായിട്ട് രാത്രി കുറച്ച് സമയം പെയ്തു, അത്ര തന്നെ. അങ്ങനെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഡിന്നറൊക്കെ സെറ്റാക്കി ഞാൻ വേഗം കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് ചെയ്യണം, പിന്നെ ഫ്ലാസ്കിലേക്ക് വെള്ളം ഒഴിച്ച് വെക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടീസ് മാത്രമേ ഉള്ളൂ. പാത്രം കഴുകണം, കഴുകിയ പാത്രങ്ങളൊന്ന് എടുത്ത് വെക്കണം, അങ്ങനെയൊക്കെ ഉള്ളത് തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ അവർക്ക് കുടിക്കാനുള്ള വെള്ളം കൂടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഉപ്പ് ചൂടുവെള്ളം കേട്ടോ, കുടിക്കാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊണ്ടുപോയിക്കും. നമ്മൾ തിളച്ച വെള്ളമല്ലേ എടുക്കണേ. അങ്ങനെ ആപ്പിളൊക്കെ ഇന്ന് തൊലിയൊക്കെ ചെത്തിയെടുത്ത്. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ, കുറച്ച് ലെങ്ത് കൂടിപ്പോയോ. എന്തായാലും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ തന്നെ നിന്ന് 2 അല്ലി ഓറഞ്ചും ഒരു പീസ് ആപ്പിളൊക്കെ കഴിച്ചു. നമ്മുടെ ഡിന്നർ അതൊക്കെ തന്നെയാണ് കേട്ടോ. എക്സ്ട്രാ ഫുഡ് കഴിച്ചാൽ നിങ്ങൾക്കറിയാലോ നമ്മൾ പിന്നെ തടി കൂടുന്നുള്ളത്. അപ്പോൾ ഈ ഒരാഴ്ച ഞാൻ മാക്സിമം ഒന്ന് കമ്മിയാക്കി എടുക്കണം വിചാരിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി ഇനിയിപ്പോൾ നാളെ അടുക്കളയിലോട്ട് വീണ്ടും കാണാം എന്നും പറഞ്ഞ് ഞാൻ ഇന്ന് അടുക്കള വിടാൻ പോവുകയാണ് കേട്ടോ. നാളെ ഇനി എന്തുണ്ടാക്കും എന്നിങ്ങനെ ആലോചിച്ചിട്ടാണ് അടുക്കള വിടാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ FB പേജ്, ഇൻസ്റ്റാ പേജ്, യൂട്യൂബ് ചാനലൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.